ഭക്ഷണം കഴിക്കാൻ വാ. എനിക്ക് വിശക്കുന്നില്ല ചേച്ചി. നിങ്ങൾ കഴിച്ചോ? ഒരു പറ ചോറ് ഒറ്റയ്ക്ക് തന്ന് തീർക്കാനുള്ള വിശപ്പുണ്ടല്ലോ എനിക്ക്. അതല്ല ചേച്ചി, അവരുടെ കൈ കൊണ്ട് അവരെ പുറത്താക്കിയില്ലെങ്കിലും വാക്കുകൊണ്ട് പുറത്താക്കിയില്ലേ? ഇനി ആ വീടിനെ കുറിച്ച് ആലോചിക്കേണ്ട കാര്യമില്ല. അത് ഞാൻ ആലോചിക്കാതിരിക്കുവോ ചേച്ചി? ഇപ്പൊ എന്താ, ശ്രീകർ ഫോൺ ചെയ്ത് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞാലേ നീ കഴിക്കുള്ളോ? അതല്ലെങ്കിൽ ശ്രീകർ വന്ന് വാരി തന്നാ മാത്രമേ നീ കഴിക്കുള്ളൂ എന്നാണോ? സാറിന്റെ കോളിന് വേണ്ടി മോള് കാത്തിരിക്കണ്ട. സാറിന്റെ ഫോണിൽ നിന്ന് ഇതുവരെ കോള് വന്നിട്ടില്ലെങ്കിൽ ഇനി കോള് വരില്ല. ആഹാ, ഇത് കൊള്ളാലോ. എനിക്ക് ശരിക്കും അത്ഭുതം തോന്നുന്നുണ്ട്. നീ സംസാരിക്കേ. ഇനി ഒളിഞ്ഞിരുന്ന് സംസാരിക്കാൻ എനിക്കറിയാത്ത രഹസ്യങ്ങളൊന്നും ബാക്കിയില്ലല്ലോ. 4 സമാധാന വാക്കുകൾ പറയും, അതിൽ കൂടുതലൊന്നും പറയാനേ പോകുന്നില്ല. സംസാരിക്കേ. അമ്മ എന്നെ അടിച്ചു. നമ്മൾ ആർക്കും ദോഷം വരാൻ വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. എന്നിട്ട് പോലും ചതിയന്മാരെന്ന പേര് കേട്ടു. ഇങ്ങനെയൊക്കെ ആകുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഞാൻ കാരണം തനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി. എന്നോട് ക്ഷമിക്കടോ. സംഭവിച്ചതൊന്നും ഇനി നമുക്ക് തിരുത്താൻ കഴിയില്ലേട്ടാ. സംഭവിക്കാനുള്ളതിനെ കുറിച്ച് നമുക്ക് ഓർക്കാം. ഞാൻ അവരുടെ അനന്തരവളാണെന്ന് അറിഞ്ഞാൽ ഉടനെ തന്നെ എന്നെ അവർ ചേർത്ത് പിടിക്കുമെന്ന് ഞാൻ കരുതിയിരുന്നത്. ഇങ്ങനെ അകറ്റി നിർത്തുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഇതിനെങ്ങനെയാണെങ്കിൽ നാളെ അവര് നമ്മുടെ കല്യാണക്കാരും അറിഞ്ഞ അതിന്റെ പര്യവസാനം എന്തായിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. ഈ പ്രയാസത്തിൽ നിന്ന് എന്നെ എങ്ങനെ പുറത്തു കൊണ്ടുവരണമെന്ന് ആലോചിക്കേട്ടാ. അതുവരെ ദയവ് ചെയ്ത് നിങ്ങൾ എന്നെ ഫോൺ ചെയ്യരുത്. അതെന്തായാലും നന്നായി. അല്ലെങ്കിൽ അവൻ പറഞ്ഞത് കേട്ട് നീ ഇപ്പൊ അലിഞ്ഞു പോയേനെ. അവനെ എന്തെങ്കിലും ഒന്ന് പറ. വീട്ടിലുള്ള എല്ലാവരും എന്നെ ഒരു ശത്രുവിനെ പോലെയാണോ കാണുന്നത്? താനും കൂടെ എങ്ങനെ ചെയ്താ? എനിക്കത് സഹിക്കില്ല. എന്ത് സംസാരിക്കണം? എന്തിനു സംസാരിക്കണം? എത്രയോ നാളായിട്ട് അവൻ ഇങ്ങനെ സഹിച്ചുകൊണ്ടിരിക്കുക. ഒറ്റ ദിവസം പോലും നിന്നെ കൊണ്ട് പറ്റുന്നില്ലേ? അപ്പോ നീ അത് അനുഭവിച്ചില്ലെങ്കിൽ വിഷമം നിനക്ക് മനസ്സിലാവില്ലെന്ന് സാരം. അങ്ങനെയല്ല ചേച്ചി. അവനിയുടെ കാര്യം ഓർത്ത് ഞാൻ സങ്കടപ്പെടാത്ത നിമിഷങ്ങളില്ല. എന്നെ ഒന്ന് വിശ്വസിക്കേ. ഇനി വിശ്വസിക്കില്ല. എന്റെ അനിയത്തി നിന്നെ അന്ധമായി വിശ്വസിക്കുന്നുണ്ടാവും, പക്ഷെ ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല. നീ ഇത്രയ്ക്കൊരു ഭീരുവാണെന്ന് ഞാൻ കരുതിയില്ല. ചേച്ചി, നീ മിണ്ടരുത്. ഇനി എത്ര കാലം ഇതുപോലെ ന്യായീകരിക്കും? മതി, നിർത്ത്. മോനെ, നിനക്കും സലാം, നിന്റെ കുടുംബത്തിനും ഒരു സലാം. നിങ്ങളുടെ കുടുംബമായിട്ട് അടുത്ത പിന്നീട് ഒരുപാട് അകന്ന് നിൽക്കേണ്ടി വരുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ ഞാൻ ആദ്യം മുതലേ അകലം പാലിച്ചത്. നിന്റെ കുടുംബം കാരണം അച്ഛനമ്മമാരെ ഞങ്ങൾക്ക് നഷ്ടമായി. ഇനി എന്റെ അനിയത്തെ കൂടെ നഷ്ടപ്പെടുത്താൻ വയ്യ.
എന്റെ അനിയത്തിയെങ്കിലും ജീവിക്കാൻ വിടണം, ബലി കൊടുക്കരുത്. എന്തൊക്കെ പറയുന്നു സുജാ ചേച്ചി? ആവനി എന്റെ ഭാര്യയല്ലേ? അവളെ ഞാൻ എങ്ങനെ വിട്ടുകളയ ചേച്ചി? ആവനി എന്റെ ഭാര്യ, അവൾക്ക് വേണ്ടി ഞാൻ എന്റെ ജീവൻ നൽകും. ആവനിയാണ് എന്റെ ജീവിതം, ആവനിയാണ് എന്റെ സർവ്വതും എന്നൊക്കെ എന്നോടും എന്റെ അനിയത്തിയോടും വെറുതെ ഇങ്ങനെ പറഞ്ഞാൽ മാത്രം പോരാ സർ. നിന്റെ അച്ഛനോടും അമ്മയോടും പറയണം, പിന്നെ സമൂഹത്തിനോട് പറയണം. ആവനിയുടെ കഴുത്തിൽ നീ കെട്ടിയ താലി പുറത്ത് കാണിക്കാൻ കഴിയുന്ന അന്ന് ആവനിക്ക് നീ ഫോൺ ചെയ്തു. എന്റെ അനിയത്തിയുടെ കൈ പിടിച്ച് അവളെ കൊണ്ടുപോവാൻ ധൈര്യം വരുന്ന അന്ന് നീ വീട്ടിലേക്ക് വാ. ഇല്ലെങ്കിൽ ഇനി ഒരിക്കലും നീ അവളെ ഫോൺ ചെയ്യരുത്. എന്റെ വീടിന്റെ മുറ്റത്ത് പോലും വരരുത്. ചേച്ചിയുടെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഇപ്പൊ ഈ പറയുന്ന കാര്യങ്ങൾ ഒരിക്കലും ന്യായമല്ലേ ചേച്ചി? രണ്ടുപേരുടെ മരണത്തിന് കാരണമായ കുടുംബത്തിലാണ് നീ ജനിച്ചത്. നീ ന്യായത്തെക്കുറിച്ച് സംസാരിക്കുന്നോ? നീ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ പോലും കുഴപ്പമില്ല, അവനെ നീ അറിയാതെ പോലും വിളിച്ചേക്കരുത്. ഇത്രയും കാലം അവൻ ഒരാൾ ചെയ്ത തെറ്റിനാ നീ ഇത്രയധികം അനുഭവിച്ചത്. വേദവതിയമ്മയുടെ ചക്കര പുത്രനല്ലേ നിന്നെ ഇപ്പൊ വീട്ടിന് പുറത്താക്കി. ഭർത്താവിനെ നീ എന്ത് ചെയ്യുന്നു നോക്കാം. ഡാഡി, ഗൗതമി, ഡാഡി. മുമ്പൊക്കെ രണ്ട് ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു. ഒന്ന് ആംബുലൻസും ഒന്ന് പോലീസിന്റെ വണ്ടിയുടെ സൈറനും. ഇപ്പൊ എനിക്ക് രണ്ടുപേരുടെ ശബ്ദം കേൾക്കുമ്പോഴാ പേടി. നിഹാരികയും പിന്നെ വികാസും. എന്താണ് ശേഖർ സാറേ, ഈയിടെ നിങ്ങളുടെ സെൻസ് ഓഫ് ഹ്യൂമർ ഇത്തിരി കൂടുന്നുണ്ടല്ലോ. ഇത് ഹ്യൂമർ അല്ല മോളെ, ഹാമർ എടുത്ത് തലക്കിട്ടടിക്കുന്ന പോലെയുണ്ട്. അതെ, സ്വന്തം മോള് വരുമ്പോ ഏതൊരു അച്ഛനമ്മമാർക്ക് സന്തോഷാ തോന്നണ്ടേ. പക്ഷെ നീ വരുമ്പോ അതിനി ഏത് ബോംബ് പൊട്ടിക്കാനാണെന്നുള്ള പേടിയാ ഞങ്ങക്ക്. പ്രസംഗം നിർത്തിയിട്ടൊന്ന് കേൾക്കാൻ പറ്റും. ആ, അതിനല്ലേ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നേ. നമ്മുടെ വിഷമത്തിനൊന്നും ഇവിടെ ഒരു പ്രാധാന്യമില്ല. അവള് പറയാനുള്ള എന്താന്ന് കേൾക്കാം. പറയൂ ബേബി. വികാസ് എവിടെ? പുറത്തേക്ക് പോയതാ. അല്ല, എന്താ കാര്യം? ശുഭകാര്യം തന്നെയാ. ആവനിയെ വീട്ടിൽ നിന്നും പെർമനന്റ് ആയി പടിയടച്ച് പിണ്ടം വെച്ചു. അതെയോ? യെസ്. വിശ്വസിക്കാൻ പറ്റുന്നില്ല. പെട്ടെന്ന് വിശ്വാസം വരില്ല. ഇതെങ്ങനെ സംഭവിച്ചു? ആ വീട്ടില് ഐഡന്റിറ്റി ഉണ്ടാക്കാൻ വേണ്ടി എന്തും ചെയ്യുന്ന ലാവണ്യ ചേച്ചി ഉണ്ടല്ലോ, ലാവണ്യ ചേച്ചി കാരണം ഇത് സംഭവിച്ചത്. ശരിക്കും ഉണ്ടായത് എന്താണെന്ന് വെച്ചാ, അവരുടെ പേര് സുജാത, ഇത് ആവനി, സുജാ ചേച്ചിയുടെ അനിയത്തിയ. നിനക്ക് ഈ നിമിഷം തൊട്ട് എന്റെ വീട്ടിൽ താമസിക്കാനുള്ള അവകാശമില്ല. ഇറങ്ങി പോ. അങ്ങനെ അവള് വീട്ടിൽ നിന്ന് പുറത്തായത്. ആയിക്കോട്ടെ, നിന്റെ ഒരു തലവേദന തീർന്നില്ലേ?
പകുതി ഭാരം കുറഞ്ഞു കിട്ടി. അപ്പൊ ഇനി നിന്റെ കല്യാണത്തിന് ഒരു തടസ്സം ഉണ്ടാവില്ല എന്നർത്ഥം. ഭഗവാനെ, അങ്ങനെ അവസാനം നിനക്കും മനഃശാന്തി, ഞങ്ങൾക്കും മനഃശാന്തി. അങ്ങനെ സംഭവിച്ചതില് ഒരു വിധത്തിൽ ഹാപ്പിയാ, മറ്റൊരു വിധത്തിൽ അതിൽ റിസ്ക് ഉണ്ട്. എന്ത് റിസ്ക്? അവൻ എന്റെ മുമ്പിൽ ഒരു ടോർച്ചർ ആയിട്ട് ഇനി ഉണ്ടാവില്ലെന്ന് ആലോചിക്കുമ്പോ ഐ ആം ഹാപ്പി. ഇതാണ് റിസ്ക്. അവന് വീട്ടിൽ നിന്നും പുറത്തു പോയാ അവളുമായിട്ടുള്ള എന്റെ കല്യാണം നടക്കില്ല. നിങ്ങളെല്ലാവരും ചേർന്ന് എന്നെ പറ്റിക്കുക. നിങ്ങളെന്നെ പൊട്ടനാക്കിക്കൊണ്ടിരിക്കുക. നിങ്ങളോട് കൂട്ടില്ല. ഞങ്ങളുടെ കല്യാണം നടത്തുമെന്ന് നീ എനിക്ക് വാക്ക് തന്നതല്ലേ? എന്നിട്ടിപ്പോ ആവണി വീട്ടിൽ നിന്ന് പുറത്തായതിന് എങ്ങനെയാ നിനക്ക് ഹാപ്പി ആയിരിക്കാൻ പറ്റുന്നേ? ഗുഡ് ന്യൂസ് ഇവരോടൊക്കെ പറഞ്ഞ് ആഘോഷിക്കാൻ വന്നതാണല്ലേ? ആഘോഷിക്ക. നിന്റെ കല്യാണത്തിന് പ്രോബ്ലം ഉണ്ടാകുമെന്ന ടെൻഷനിൽ ഞാൻ വെപ്രാളപ്പെട്ട് വന്നതാ വിക്കി. എന്റെ മുമ്പിൽ നിന്റെ അഭിനയമൊന്നും വേണ്ട. എനിക്ക് വോട്ട് പിടിച്ചു കഴിഞ്ഞാ പൊട്ടിക്കും ഞാൻ. പറയുന്നതൊന്ന് കേൾക്കൂ. നീ പറയുന്നതല്ല, ഞാൻ പറയുന്നത് നീ കേൾക്കും. അവണിയായിട്ടുള്ള ഈ കല്യാണം നടക്കണമെങ്കിൽ നിങ്ങളൊക്കെ ചിലത് ചെയ്യണം. എന്താണെന്ന് പറയാം. മനസ്സിലായല്ലോ? മനസ്സിലായി. 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 ഞാൻ പറഞ്ഞത് നടന്നില്ലെങ്കിൽ നിഹാരിക ഞാൻ കല്യാണം കഴിക്കും. അത് വേണ്ട, നീ പറഞ്ഞതുപോലൊക്കെ ചെയ്യാം. ഗുഡ്. നിഹാരിക മോളെന്നാ ഞങ്ങളുടെ മുമ്പിൽ ഇറങ്ങിക്കോ. ഞങ്ങൾ നിന്റെ പിറകെ പതുക്കെ അങ്ങനെ ഒരു ഗ്യാപ്പ് ഇട്ട് വരാം. ചെല്ല്. ചെല്ലു മോളെ. നിനക്ക് ഈ നിമിഷം തൊട്ട് എന്റെ വീട്ടിൽ താമസിക്കാനുള്ള അവകാശമില്ല. ഇറങ്ങി പോ. വലിയ വീട്ടിലെ മരുമകളാകുമെന്ന് അന്ന് ഏതോ സമയത്ത് എവിടെയോ വെച്ചൊരു ജോത്സ്യം പറഞ്ഞപ്പോ ആയിക്കോട്ടെ, എന്റെ ജീവിതം പോലെ ഒരിക്കലും എന്റെ അനിയത്തിയുടെ ജീവിതം ആവില്ലല്ലോ എന്ന് വലിയ സന്തോഷമായിരുന്നു എനിക്ക്. വലിയ വീട്ടിലെ മരുമകളായല്ലോ എന്നുള്ള ആനന്ദമായിരുന്നു. പക്ഷെ നിനക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരുമെന്ന് ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചില്ല. ആവണി,
അവനി ശ്രീകരേട്ടൻ എന്തിനാ വന്നത്? അവനെ ഇവിടുന്ന് കൊണ്ടുപോകാനാണോ? അല്ല ചേച്ചി, അവനിവിടുന്ന് സംസാരിക്കാനായിരുന്നു. ശ്രീകരേട്ടനെ അകത്തേക്ക് കയറ്റി ചേച്ചി. നീ മിണ്ടി പോരുത്. ഇങ്ങനെ ചെയ്യാൻ എനിക്കും താല്പര്യം ഉണ്ടായിട്ടല്ല. ഒരു പരിഹാരം ഉണ്ടാവുന്നത് വരെ നിങ്ങൾ തമ്മിൽ കാണരുത്. അതിന് എനിക്ക് ഇത്തിരി ക്രൂരത കാണിച്ചേ പറ്റൂ. ചേച്ചി, സുജ ചേച്ചി വാലുറുക്ക്. ചേച്ചി ചേച്ചി, എനിക്ക് അവനോടൊന്ന് സംസാരിച്ചാ മതി. നീ ഇനി ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഇറങ്ങി പോവാൻ നോക്ക്. ഒന്ന് വാലുറുക്ക് ചേച്ചി, പ്ലീസ്. അവനി എനിക്കൊന്ന് സംസാരിക്കണം. അവനി കഴിവില്ലാത്ത ആളെ പോലെ എല്ലാ സന്ദർഭത്തിലും നിൽക്കേണ്ടി വരുന്നത് എന്റെ തെറ്റ് തന്നെയാ. ഞാൻ എതിർക്കുന്നില്ല, പക്ഷെ ഞാനിപ്പോ പറയുന്നു. എന്താ പറയാനുള്ളത്? നിന്റെ അമ്മയുടെ ജീവനെ കുറിച്ചാണോ? ഇനി ആ കാരണമല്ലാതെ നിനക്ക് പറയാൻ വേറെ എന്തെങ്കിലും കാരണമുണ്ടോ? ഇനി എത്ര കാലം നീ അവരുടെ പേരും പറഞ്ഞിരിക്കും? അതല്ലാതെ അവനിയെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാതിരിക്കാനുള്ള എന്ത് കാരണമുള്ളത്? അതല്ലാതെ ഞങ്ങളുടെ കല്യാണക്കാരെയും പറയാതിരിക്കാനുള്ള എന്ത് കാരണം ചേച്ചിയുള്ളത്? അതാണെങ്കിൽ ഞങ്ങൾക്ക് വീണ്ടും വീണ്ടും കേൾക്കണമെന്ന് ഒരാഗ്രഹവും. നിനക്ക് ഇവിടുന്ന് പോവാം. ചേച്ചി, ഏട്ടനൊന്ന് അകത്തേക്ക് വിളിക്ക ചേച്ചി. ഒന്നിരുന്ന് സംസാരിച്ചിട്ട് പോയിക്കോളും. ഇപ്പൊ അവനെ വിളിച്ചു വരുത്തി സൽക്കരിക്കാൻ പറ്റുന്ന അവസ്ഥയിലൊന്നും അല്ല ഞാനുള്ളത്. ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാ, അല്ലാന്ന് പറയില്ല. പക്ഷേ അവനെ അനന്തരവളാന്ന് അറിഞ്ഞതുകൊണ്ട് മാത്രമാ അവളെ ഇന്നലെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത്. അങ്ങനെയുള്ളപ്പോ ഞാൻ താലി കെട്ടിയ കാര്യം അറിഞ്ഞ അമ്മയുടെ അവസ്ഥ എന്താവും? അത് ആലോചിക്കുമ്പോഴേ എനിക്ക് പേടി ചേച്ചി. അപ്പൊ ജീവിതകാലം മുഴുവൻ എന്റെ അനിയത്തി നിന്റെ വീട്ടിൽ അതിഥിയായിട്ട് കഴിയണമെന്നാണോ? കുറച്ച് ദിവസം കൂടെ നിങ്ങളെ ക്ഷമിക്കേ പ്ലീസ്. ഇതിങ്ങനെ ക്ഷമിച്ച് ക്ഷമിച്ച് ക്ഷമയുടെ അങ്ങേയറ്റം വരെ എത്തി. ക്ഷമ വരെ നശിച്ചുപോയി. നിനക്ക് എന്നാണോ ആവന് നിന്റെ ഭാര്യയാണെന്ന് നിന്റെ വീട്ടിലുള്ളവരോട് പറയാൻ പറ്റുന്നത്, അന്ന് നീ വാ. ചേച്ചി, അവനി തന്റെ ചേച്ചിയോട് താനെങ്കിലും ഒന്ന് പറ. ചേച്ചി പറഞ്ഞതിൽ ഒരു ന്യായമില്ല ശ്രീകരേട്ട. അപ്പോ തന്റെ മനസ്സിലുള്ള കാര്യങ്ങളാണോ തന്റെ ചേച്ചി ഇപ്പൊ എന്നോട് പറഞ്ഞതെല്ലാം? നിങ്ങളുടെ മനസ്സിൽ എന്താന്ന് എനിക്കറിയാം. ഞാനിപ്പോ പോവാണ്. പക്ഷെ ഒരു കാര്യം മാത്രം സത്യമാണ് അവനി, ഈ ജന്മത്തില് താൻ മാത്രം എന്റെ ഭാര്യ. ഒരു മോഹം നീ
മണ്ണടി